മാനസികമായി പീഡിപ്പിക്കുന്നതായി മെഡിക്കൽ വിദ്യാർത്ഥിയുടെ പരാതി. കോട്ടയം മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം PG വിദ്യാർത്ഥി ഡോക്ടർ വിനീതാണ് പരാതി നൽകിയത്. വകുപ്പ് മേധാവിയായ ഡോക്ടർ ലിസ ജോണിനെതിരെയാണ് പരാതി. സ്ത്രീകൾക്ക് ഇവിടെ എന്തുമാകാമെങ്കിൽ നിയമം അതിനൊപ്പമെങ്കിൽ പുരുഷന് സംഘടിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? പിന്നെ ഈ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയണമെന്നുണ്ടല്ലോ, അത് വെറും ഇതിലുള്ളൂ. ഈ കഴിഞ്ഞ നവംബർ 8-ാം തീയതി പോടാ പട്ടി എന്ന് വിളിക്കുകയും വലത് കൈയോങ്ങി മുഖത്തടിക്കാൻ വരികയും ചെയ്തിരുന്നു. പിന്നെ അതിനെ തുടർന്ന് ഞാനൊരു ഫീമെയിൽ, നീ ഒരു മെയിൽ, എനിക്ക് കേസ് എങ്ങനെ കൊടുക്കണമെന്നറിയാം എന്നുള്ള രീതിയിൽ വ്യാജ സ്ത്രീപീഡന കേസ് എന്നിൽ ആരോപിക്കും എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് ഭീഷണിപ്പെടുത്തി. ഇതിനു മുമ്പും പലതവണ പരീക്ഷയിൽ തോൽപ്പിക്കുമെന്നും അല്ലാതെ പല രീതിയിൽ പരിഹസിക്കുകയും അപഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെന്റെ 4ാമത്തെ പരാതിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഞാൻ പെണ്ണാണ്, എന്നോട് കളിക്കണ്ട, ഞാൻ പീഡനത്തിൽ കൊടുക്കും എന്ന് പറയുമ്പോൾ ഈ പയ്യന്റെ ഒരു മാനസികാവസ്ഥ നോക്കി. പിന്നെ ഈ മാഡത്തിന്റെ ഫോട്ടോ ഒന്നുമില്ലേ, അതോ പുരുഷന്റെ മാത്രമേ ഉണ്ടാകാറുള്ളൂ? രാഹുൽ ഈശ്വരൻ എന്തെങ്കിലും പറയുമ്പോ അതിന് പൊങ്കാലിടാൻ കുറച്ച് പേരുണ്ട്. അപ്പൊ അയാൾ പറയുന്നതിൽ തെറ്റൊന്നും കാണില്ല. കുറെ പുരുഷന്മാർ ഈ പൂക്ക് പോവാണെങ്കിൽ ക്യാമറ വെച്ച് നടക്കേണ്ട ഒരു അവസ്ഥ. മെഡിക്കൽ കോളേജിൽ ഇതുപോലെ കുറച്ച് അധ്യാപകരുണ്ട്, ഇവരുടെ പേടിപ്പിക്കും കുട്ടികളെ. അടിമപ്പണി ചെയ്തതിൽ വിവരം അറിയോ? കുട്ടികൾ പാവം പേടിച്ചിട്ട് പുറത്തും പറയൂല. സ്കൂളുകളിൽ ഒരു പരിധി വരെ ശിക്ഷാവിധിയൊക്കെ ഒരു നിയന്ത്രണമായി. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തോ ഇനി ഇവിടുത്തെ സർക്കാരിനോട് ഇതുപോലുള്ള വിദ്യാർത്ഥികൾ മാനസികമായി തളർന്ന് ആത്മഹത്യ ചെയ്താലേ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ എന്നുണ്ടോ? നിയമത്തിന്റെ വഴിയിലാണ് വിദ്യാർത്ഥി വിശ്വാസം തേടുന്നത്. ഇത് കണ്ടില്ല നടിക്കുന്നത് എന്ത് നിയമാടിസ്ഥാനത്തിലാണാവോ? ഇനി ഇവിടുത്തെ തലപ്പൊക്കന്മാരോട് ലിസ ജോണി എന്ന മാഡത്തിനോട് എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കാനുള്ള ആർജവുണ്ടോ? ഇടുക്ക് വിറക്കും.